ഹായ് ഗൈസ്, അഖിൽമാരാർ റിലേറ്റഡ് കോണ്ടന്റ് ആണ് ഇത്. എനിക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഖിൽമാരാർ റിലേറ്റഡ് എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഒരു അഖിൽമാരാറിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള നിരവധി അഖിൽമാരാർമാരെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഈ പറയുന്ന BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നമ്മുടെ പിണറായി സർക്കാരും ഉൾപ്പെടും. രാജ്യവിരുദ്ധതാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൽ അഖിൽമാരാർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് ഒരു രാജ്യവിരുദ്ധതയാണ്. അതായത് ബലൂചിസ്ഥാൻ ആണെങ്കിൽ ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ രാജ്യവിരുദ്ധതാപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചേക്കുന്ന കുറച്ച് ആൾക്കാർ കൂടി നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഈ പിണറായി വിജയൻ സർക്കാരാണെങ്കിലും BJP-ക്കാരാണെങ്കിലും ഒക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇപ്പം ഞാനെന്ന ഒരു വ്യക്തി, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാനാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തേക്കുന്ന ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ അത്രത്തോളം അഭിമാനം കൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ ഓരോ ഇന്ത്യക്കാരനും അത്രത്തോളം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അവിടെ ഒരിക്കലും അദ്ദേഹം ചെയ്ത കാര്യത്തോട് റെസ്പെക്ട് തോന്നിയിട്ടുള്ളത് അദ്ദേഹമാണെങ്കിൽ ഒരു BJP-യുടെ നേതാവായതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു BJP-കാരനായതിൻ്റെയോ പേരിലല്ല, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ടും ആ പ്രധാനമന്ത്രി അത്രത്തോളം റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട്, കാര്യം നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരേപോലെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ അത്രത്തോളം റെസ്പെക്ട് തോന്നുന്നത്. അത്രത്തോളം പവർഫുൾ ആയിട്ടൊരു ലീഡറാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇന്നലകളിൽ ഇപ്പം ഇന്ദിരാഗാന്ധിക്കാണെങ്കിൽ പുള്ളിക്കാരിനെ ആണെങ്കിൽ അയൺ ലേഡി എന്നാണ് അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ, നാളുകളിൽ നരേന്ദ്രമോദിനെ സൂപ്പർ ഹീറോ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടാനെ കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കണ്ടിട്ടല്ല, അദ്ദേഹം ചെയ്തേക്കുന്ന ആ ഒരു പ്രവൃത്തി കണ്ടിട്ടാണ്. ഓക്കെ, അപ്പം ആ രീതിയിൽ വേണം എല്ലാ ആൾക്കാരും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. ഇവിടെ രാഷ്ട്രീയം കലർത്തുമ്പോഴാണ് ഇവിടെ എല്ലാവരും രാജ്യവിരുദ്ധതാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത്. ഇവിടെ അഖിൽമാരാർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പുള്ളിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പുള്ളിക്ക് അതിൽ നിന്നുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി ചെയ്തേക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊന്നും തെറ്റായിട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാവാൻ പാടില്ലായിരുന്നു. ഞാനിത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാഹചര്യത്തെ വളരെ കൃത്യമായിട്ട് ശശി തരൂർ മനസ്സിലാക്കിയിട്ട് പുള്ളിയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഓർ നരേന്ദ്രമോദി എന്നുള്ള രീതിയിലൊരു ചർച്ച വന്നപ്പോഴത്തേക്കും മീഡിയാസിന്റെ മുന്നിൽ പറഞ്ഞിരുന്നു അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്നത്തെ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല ഇവിടെ പറയേണ്ടത്. നമ്മുടെ പാർട്ടിക്ക് കോൺഗ്രസിന് ഒരു നയമുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട്. ആ ന്യൂസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. Reached a stage where the escalation was needlessly getting out of control. Peace is necessary for us. The truth is that the circumstances of 1971 are not the circumstances of 2025. There are differences. As far as I'm concerned, I believe that the people of India deserve peace. We have suffered a lot. We just wanted to teach the terrorists a lesson. That lesson has been taught. നിലപാടിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ വ്യക്തിപരമായി നടത്തരുത് എന്നാണ് ശശി തരൂരിനോട് പാർട്ടിയുടെ പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഡൽഹിയിലുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു യോഗം കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ചേർന്നിരുന്നു. ആ യോഗത്തിൽ ശശി തരൂരും പങ്കെടുത്തിരുന്നു. തരൂർ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് തന്നെയാണ് തരൂരിനോട് ഈ നിലയിലുള്ള ഇടപെടൽ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. ഈ ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ ഘട്ടത്തിൽ 3-4 തവണ ശശി തരൂർ സ്വന്തം അഭിപ്രായം പറഞ്ഞിരുന്നു. അത് കോൺഗ്രസ് അഭിപ്രായത്തിന് സമ്പൂർണ്ണമായി വിരുദ്ധമല്ല എങ്കിലും കോൺഗ്രസ് പറയുന്ന നിലപാടുകൾ ആവർത്തിക്കാൻ തയ്യാറാവാതെ തരൂർ സ്വന്തം അഭിപ്രായം പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ നേട്ടം 1971 യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി മുന്നിൽ നിന്ന് നയിച്ച് നേടിയ വലിയ വിജയത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോഴാണ് 71 സാഹചര്യമല്ല 2025 എന്നൊരു പ്രസ്താവന തരൂർ നടത്തിയത്. അത് ഉൾപ്പെടെയുള്ള ആ പ്രസ്താവനയ്ക്ക് മാത്രമല്ല, അതുൾപ്പെടെയുള്ള പ്രസ്താവനകൾ പാർട്ടിക്ക് ഗുണകരമല്ല. ഈ ഘട്ടത്തിൽ പാർട്ടിക്ക് ഗുണപരമായി ഇടപെടണം എന്നാണ് തരൂരിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സമയത്തെ ഇടപെടൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി തരൂർ നടത്തുന്ന ഇടപെടലുകൾ കൂടി പരിഗണിച്ചുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പാർട്ടി നൽകിയത്. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് ഗുണപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടി നയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് മൊത്തത്തിലുള്ള ഒരു നയം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു നയം തന്നെയാണ് അഖിൽമാരാറും ഇവിടെ ചെയ്തേക്കുന്നത്, അല്ലെ? അല്ലാതെ പുള്ളിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിലാണ്, അല്ലെങ്കിൽ പുള്ളിക്ക് നാളുകളിൽ നേട്ടമുണ്ട്. കാര്യം അടുത്തൊരു ഇലക്ഷൻ വരികയാണ്. ഇത് പുള്ളിയെ നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്യും, ആൾക്കാർക്കിടയിലാണെങ്കിൽ എല്ലാവരും കൈയടിക്കും എന്നൊക്കെയുള്ള ഒരു അമിതമായിട്ടുള്ളൊരു ഓവർ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു. പക്ഷേ കാണുന്ന ആൾക്കാർ അത്രത്തോളം മണ്ടന്മാരല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണമായിരുന്നു, അല്ലെ? ജനങ്ങൾ അത്ര പൊട്ടന്മാരല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ട് കുത്തുന്നെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാരും പൊട്ടന്മാരല്ല. ഓക്കെ, അത് വളരെ കൃത്യമായിട്ട് അവിടുത്തെ കൊട്ടാരക്കര BJP-ക്കാരാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഓക്കെ, ഈ സമയത്ത് അവനെ അടിച്ചിടാൻ പറ്റിയൊരു ടൈമാണ് ഇത്. നാളുകളിൽ നമുക്ക് ആ നാളത്തെ ഇലക്ഷൻ അല്ലെങ്കിൽ നാളുകളിൽ വരാൻ പോകുന്ന ഒരു ഇലക്ഷന് നമുക്ക് ഉപകാരപ്പെട്ടേക്കാം എന്ന് വിചാരിച്ച് അവരവിടെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ അവർ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളല്ല അവർക്കുള്ളത്, രാഷ്ട്രീയപരമായിട്ട് അതിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് കാര്യങ്ങൾ പറയുകയോ പ്രസ്താവനകൾ ഉന്നയിക്കുകയോ ഒക്കെ ചെയ്തോ, പക്ഷേ രാജ്യവിരുദ്ധതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ അഖിൽമാരാണെങ്കിലും ആരാണെങ്കിലും. ഓക്കെ, ഇവിടെ ശശി തരൂരിനെ പോലെ ഒരാളാണെങ്കിൽ പുള്ളി അവിടെ വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, അല്ലേ? എഡ്യൂക്കേഷൻ ഉള്ള ഒരു വ്യക്തി ഇങ്ങനൊരു കാര്യം പറയുന്നു, എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ പറയുന്ന കാര്യമാണ് ഓക്കെ ഞങ്ങൾക്ക് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ പറയാനെന്നുള്ളത്. അപ്പം നമ്മുടെ ഈ കാരണന്മാരെല്ലാം എന്തുവാടെ കാണിച്ചു കൂട്ടുന്നത്? ഒരു ബുദ്ധിയും വിവരവും ഇല്ലാത്ത കുറേ കാരണന്മാരാണെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിൽ തലപ്പത്ത് കയറി ഇരിപ്പുണ്ട്. ഇവരെല്ലാം പറയുകയാണ് നമുക്ക് പാർട്ടിക്ക് ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങൾ വേണം നിങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടെന്നുള്ളത്.
ഇനി എന്തായാലും അഖിൽമാരാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സമൂഹ മാധ്യമത്തിലൂടെ അഖിൽമാരാർ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാണ് എഫ്ഐആർ. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ BNS 152 ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അഖിൽമാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാൻ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചെന്നുമാണ് അഖിൽമാരാരുടെ പ്രതികരണം. സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നും വീഡിയോയിൽ പറയുന്നു. ഇതിനെതിരെ BJP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കരയാണ് പോലീസിൽ പരാതി നൽകിയത്. സാധാരണക്കാരായിട്ടുള്ള പാകിസ്ഥാനികളെ കൊന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അഖിൽമാരാർ അവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ആ ഒരു ലൈവ് കേട്ടാണ്, അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ല ഞാൻ. ഇപ്പം എന്റെ മിസ്റ്റേക്ക് ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല, ആണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് തിരുത്തരുക. പക്ഷേ എന്റെ അറിവിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞിട്ടില്ല. ഈ ബലൂജികൾക്ക് ഈ ഫണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുള്ളി അവിടെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാകിസ്ഥാനികളെ കൊന്നു എന്ന് പറയുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു ന്യൂസ് കൊടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ മീഡിയ, നമ്മുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു 24 ന്യൂസ് പോലത്തെ ഒരു മീഡിയ പറയുകയാണ്, അപ്പം അവിടുത്തെ പാകിസ്ഥാനികളെ ആണെങ്കിൽ സാധാരണക്കാരെ ഇല്ലാണ്ടാക്കി കൊന്നു കളഞ്ഞു എന്നുള്ളൊരു പറയാണ് അഖിൽമാരാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഇവർ പറയുന്ന ഒരു ഫേക്ക് ന്യൂസ് അല്ലേ? ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ കൂടി അയാളുടെ മണ്ടയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അത് മീഡിയക്കാർ ഇപ്പം അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല. അതിപ്പോൾ അഖിൽമാരാർ എന്നല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും ചെയ്യാത്ത കാര്യം, അവൻ ഇത്രയും തെറ്റുകൾ ചെയ്തത്, എന്നാൽ പിന്നെ ഇതോടെ അവൻ്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതൊരു തെറ്റല്ലേ? അപ്പം മീഡിയാസ് ഇവിടെ ചെയ്യുന്ന ഒരു തെറ്റാണ് അല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു അതാ പറഞ്ഞ ഈ കാരണവന്മാരെല്ലാം കാണിച്ചു കൂട്ടുന്ന കുറേ കോപ്രായങ്ങളുണ്ട്. ഇവർക്ക് എന്താണ് ആവശ്യം? TRPക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ കുറച്ച് എലിവും പുളിയും ഉള്ള സാധനങ്ങളിലൂടെ കുത്തിക്കയറ്റണം അല്ലേ? ഇനി നമ്മുടെ അഖിൽമാരാർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ഇന്ത്യ ഫണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യക്കകത്ത് അവിടെ എല്ലാവരും ആണെങ്കിൽ ഇങ്ങനെ രഹസ്യങ്ങളായിട്ട് സംസാരിക്കാനുള്ള കാര്യമാണ് ബലൂജികൾക്ക് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് പറ്റി പോയതാണ് എന്ന് അഖിൽമാർ പറയുന്നുണ്ട്. അപ്പോഴും അവിടെ ഒരു ക്ഷമ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഈ ഒരു ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ പുള്ളി ഒരു ക്ഷമ ചോദിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ കാര്യത്തിനെ വീണ്ടും ന്യായിക്കണം, ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനം മാറ്റി വെച്ചിട്ട് പിന്നെ അതിന്റെ മണ്ടക്കിടന്ന് ഉരുണ്ട് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം നേരെ കോൺഗ്രസിന്റെ ഒരു സീറ്റുണ്ട്, അത് ഉറപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി അങ്ങനെ പറയാനുള്ള കാര്യം ഈ പറഞ്ഞ ഇന്ത്യക്കകത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നല്ലേ പറയുന്നത്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അജിത് ഡോവൽ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കുറേ നാളുകൾക്ക് മുന്നേ. അത് ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം. Because in the defensive mode you throw 100 stones on me, I stop 90, still 10 hurt me and I can never win. Because either I lose or there's a stalemate. You start war at your time, you throw a stone when you want, you have a peace when you want, you have the talks when you want. We, if you are in the defensive offense, we will see where the balance of equilibrium is. Pakistan's vulnerability is many times higher than of India. Once they know that India has shifted its gear from the defensive mode to defensive offense, they will find that it is unaffordable for them. You can do one Mumbai, you may lose Balochistan. There is no nuclear war involved in that. There is no engagement of troops. ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ പാകിസ്ഥാനികൾ ഒരു മുംബൈ തകർത്ത് കഴിഞ്ഞാൽ അവർ ഒരു ബലൂചിസ്ഥാൻ അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു. അത് വളരെ ഇപ്പം അത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെ ഇന്ത്യക്കാരാണെങ്കിൽ അവർക്ക് ഫണ്ട് ചെയ്യുന്നു, അവരെ എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളല്ല അവിടെ പറയുന്നത്. നാളുകളിൽ നമ്മുടെ ഇങ്ങോട്ടുള്ള അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കയറി മാന്നും. അത് ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്യും. ന്യൂക്ലിയർ ബോംബോ അങ്ങനത്തെ ആ ഒരു വാറോ കാര്യങ്ങളോ ഒന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത് നേരെ അങ്ങ് ചെയ്യും എന്നുള്ള സാധനമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഈ പറയുന്ന പോലെ ബലൂചിസ്ഥാൻ ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു, അപ്പം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ എന്നൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അഖിൽമാരാർ ഒരിക്കലും പബ്ലിക്കിൽ വന്ന് പറയാനെ കൊണ്ടുള്ള ഒരു അധികാരമില്ല. ഇതൊക്കെ പറയേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇപ്പം അജിത് ഡോവൽ ആണെങ്കിൽ പോലും ആണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ല, ഞങ്ങൾ അവർക്ക് ഫണ്ട് ചെയ്യുന്നു, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക്കിലോട്ട് വന്ന് പറയുമ്പോഴത്തേക്കിന് അതൊക്കെ സൂക്ഷിക്കണ്ടേ. പിന്നെ BJP-ക്കാരാണല്ലോ അഖിൽമാരാറിനെതിരെ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇത്രയും ഇപ്പം മീഡിയാസിന് മുന്നിൽ വന്ന് കുറേ അവർ കുറച്ച് പ്രസംഗമോ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. കാര്യം രാജ്യവിരുദ്ധപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിനെ ഒപ്പോസ് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ നമ്മളൊരു ഇന്ത്യക്കാരനാണ് എന്നുള്ള നിലയിൽ വേണ്ട ചെയ്യേണ്ടത്, അല്ലാതെ നമ്മളൊരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കിന് അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ മാത്രം അവർക്ക് കാണില്ല, കണ്ടാലും കണ്ണടച്ചങ്ങ് വിടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരവാദികളുടെ സഹോദരി എന്ന് BJP മന്ത്രി കേണൽ സോഫിയ ഖുറേഷിനെ പറ്റിയിട്ടാണെങ്കിൽ ഒരു BJP മന്ത്രി പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഓക്കെ, ആ പറഞ്ഞേക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് നോക്കാം. हमारी बेटियों के सिंदूर उजाड़े थे, वही कटे पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की तैसी करवाई. एक बार मोदी जी के लिए जोरदार ताली बजाएं. ഇതിനെതിരെ എന്താണ് ശബ്ദം ഉയർത്താത്തത്? അപ്പം ഇയാൾക്കെതിരെ ആണെങ്കിൽ കോടതി തന്നെ ആണെങ്കിൽ ഇയാൾക്ക് പറഞ്ഞ പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കേസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ എവിടെയും ഒരു BJP-ക്കാരനെ സംസാരിച്ചായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഓക്കെ, ഇങ്ങനെ പറയുന്നത് ഇങ്ങനത്തെ പരനാറികളാണ് നമ്മുടെ രാജ്യത്തിന് അപമാനം, രാജ്യദ്രോഹികളാണ് ഇവനൊക്കെ ഒരു BJP മന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു സ്റ്റേറ്റിന്റെ മന്ത്രിയാണ്. ഇവനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? രാജ്യത്തു നിന്ന് പുറന്തള്ളേണ്ടുന്നത് ഇവനെ പോലുള്ള ആൾക്കാരാണ്.
നമ്മുടെ രാജ്യത്തിന് അഭിമാനമായിട്ട് സിന്ദൂർ എന്ന ഓപ്പറേഷൻ സിന്ദൂർ അത് നറേറ്റ് ചെയ്ത ആൾക്കാർ നമ്മുടെ ലോകമൊത്തം എത്തിച്ചേക്കുന്ന ആ ഒരു ലേഡീനെ പറ്റിയിട്ട് ഇയാൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളല്ലേ സത്യത്തിൽ ഒരു രാജ്യവിരുദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യവിരുദ്ധപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞേക്കുന്നത് കേവലം ഒരു അഖിൽമാരാറല്ല, ഒരു BJP ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിനെതിരെ എന്തുകൊണ്ട് ഈ പറയുന്ന BJPക്കാർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല? അത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോട്ടം പറ്റും. ഏത്? അപ്പം ഇത് എല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനെന്നോ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലുള്ള ഒരു അഭിപ്രായം ഇവർക്ക് ആർക്കുമില്ല. നമ്മുടെ കാരണന്മാരെല്ലാം സൂപ്പറാണ്, അടിപൊളിയാണ്. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കി. ഇപ്പം ടർക്കിയാണല്ലോ പാകിസ്ഥാൻ അത്രത്തോളം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ടർക്കിയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിയിട്ട് അവർക്ക് കുറച്ച് നേട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് വെക്കുന്നുണ്ട്. അത് വെക്കാനുള്ള ഒരു കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പിന്തുണയ്ക്കുകയും ചെയ്ത രാജ്യങ്ങൾക്കെതിരായ ക്യാമ്പയിൻ കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയാണ്. ടൂറിസം മേഖലയിൽ തുടങ്ങിയ പ്രചാരണങ്ങൾ അതും കടന്നു പോകുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇക്സിഗോ, ഈസ് മൈ ട്രിപ്പ്, മേക്ക് മൈ ട്രിപ്പ്, കോക്സ് ആൻഡ് കിങ്സ് തുടങ്ങി നിരവധി ബുക്കിംഗ് ആപ്പുകൾ ഇതിനോടകം തന്നെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള ബുക്കിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. തുർക്കിയിലെ ഇനോനു സർവകലാശാലയുമായുള്ള കരാർ അത് JNU റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് അവരുടെ വിശദീകരണം വരുന്നത്. ടർക്കിഷ് എയർലൈൻസുമായി തുടരുന്ന കരാറിന്റെ പേരിൽ വിമാന കമ്പനിയായ ഇൻഡിഗോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നേടുന്നുണ്ട്. എന്നാൽ ഇതുവരെ ടർക്കിയിലേക്കുള്ള സർവീസുകൾ ഇൻഡിഗോ നിർത്തിവെച്ചിട്ടില്ല. ഈ പ്രചാരണം എല്ലാം വ്യാപകമായി പടരുന്നു എന്നതിന് ഈ ബുക്കിംഗ് ആപ്പുകൾ പുറത്തുവിടുന്ന കണക്കുകൾ തന്നെയാണ് ഏറ്റവും വലിയ തെളിവായി നിൽക്കുന്നത്. തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള വിമാന ടിക്കറ്റുകളുടെ ക്യാൻസലേഷൻ 2.5 മടങ്ങ് വർദ്ധിച്ചുവെന്നാണ് മേക്ക് മൈ ട്രിപ്പ് പറയുന്നത്. തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള ബുക്കിംഗിലും വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. 60% ഈ ബുക്കിംഗിലെ കുറവ്. ഈസ് മൈ ട്രിപ്പിന്റെ കണക്ക് പ്രകാരം തുർക്കിയിലേക്കുള്ള യാത്രക്കാരിൽ 20% പേർ യാത്ര വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അസർബൈജാനിലേക്കുള്ള യാത്രക്കാരിൽ 30% പേരും ഈ യാത്ര വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അവിടേക്കുള്ള യാത്ര വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. തുർക്കിയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 12% അത് ടൂറിസത്തിൽ നിന്നാണ്. തുർക്കി ടൂറിസം വകുപ്പിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം തുർക്കിയിലെത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 20% വർധനവുണ്ടായി. 2014 തുർക്കിയിലെത്തിയത് 1,19,503 ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ്. 2024 ആകട്ടെ ആ കണക്ക് 3,30,000 പേരും, അതായത് 10 വർഷത്തിനിടെ 3 ഇരട്ടിയായി കണക്ക്. അസർബൈജാനിലാകട്ടെ 2024 അവിടേക്ക് എത്തിയ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഇരട്ടി വർധനവാണ് ഉണ്ടായത്. 2014 വെറും 4,853 പേരാണ് ഇന്ത്യയിൽ നിന്ന് അസർബൈജാൻ സന്ദർശിച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം അത് 2,43,589 ആയി ഉയരുകയായിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് തത്തുല്യമായ അസർബൈജാൻ മന്നത്താണ് ഒരു ശരാശരി ഇന്ത്യക്കാരൻ 2024 അവിടെ ചെലവഴിച്ചത്. ടൂറിസം നൽകിയ വരുമാനം എത്രത്തോളമാണ് എന്ന് ഈ കണക്കുകളിൽ നിന്ന് പോലും വ്യക്തമാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഈ രാജ്യങ്ങളോട് മുഖം തിരിക്കുന്നതോടെ അവരുടെ ടൂറിസം രംഗത്തുണ്ടാകുന്നത് കനത്ത നഷ്ടം തന്നെയായി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒരു കുറച്ച് ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ മീഡിയാസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവിടോട്ട് പോയിട്ട് നമ്മളൊരു 10 ലക്ഷം കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അവിടോട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കിയെന്നും ഇനി നമ്മൾ അതൊരു ശത്രു രാജ്യമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തോടുള്ള ഒരു സ്നേഹം കാണിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ചെയ്തേക്കണം. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു 24 ന്യൂസിലാണെന്ന് തോന്നുന്നു അവരുടെ ആ ഒരു ബൈറ്റ് കാര്യങ്ങളൊക്കെ വന്നതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവിടേക്ക് അവർക്കാർക്കും രാഷ്ട്രീയമോ സാധനങ്ങളൊന്നും ആയിരുന്നില്ലേ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതേ ടർക്കിക്കാണെങ്കിൽ കുറേ ഒരു 1-2 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ ആണെങ്കിൽ അവർക്ക് ഒരു 10 കോടി രൂപയാണെങ്കിൽ അവർക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഭൂകമ്പം കാര്യങ്ങളൊക്കെ നടന്നപ്പോഴത്തേക്കിന് അതിന്റെ ന്യൂസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. 10 കോടി നൽകിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. ചോദ്യം ഇതാണ്, തിരിഞ്ഞു കൊത്തുമോ തുർക്കി? ഇത് സാർ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ തുക അല്ലെങ്കിൽ നമ്മുടെ കേരള നിയമസഭയുടെ വിടുതൽ ലിസ്റ്റാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഭൂകമ്പം ടർക്കി സിറിയ മേഖലയിൽ. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് അവിടെ ദുരിതാശ്വാസത്തിന് വരുന്നോ മറ്റു കാര്യങ്ങളോ വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പറ്റും. 10 കോടി രൂപ നമ്മുടെ കേരള ഗവൺമെന്റ് തുർക്കിക്ക് കേരളം 10 കോടി നൽകി. പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഇത് നൽകിയിട്ടില്ല. ലോകത്തെ 20ാമത്തെ സമ്പന്ന രാജ്യമാണ് തുർക്കി. ജനസംഖ്യ ഏകദേശം 8.5 കോടി മാത്രം. തൊഴിലില്ലായ്മ വെറും 13%. ഈ രാജ്യത്ത് എയർപോർട്ടുകളുണ്ട്, ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. എന്നിട്ടും എന്തിനാ കേരളത്തിന് വക 10 കോടി സഹായം തുർക്കിക്ക് നൽകിയത്? റഷ്യയിൽ നിന്നും കടലിനടിയിൽ കൂടിയാണ് നേരിട്ട് ഇന്ധനം തുർക്കിയിലെത്തിക്കുന്നത്. അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോ സഖ്യത്തിലെ അംഗം കൂടിയാണ് തുർക്കി. യൂറോപ്യൻ യൂണിയനിൽ അംഗത്വത്തിനായുള്ള അവരുടെ തീവ്ര ശ്രമം തുടരുകയാണ്. അന്താരാഷ്ട്ര വേദികളിൽ നിന്നും ഇന്ത്യയുടെ എതിർപക്ഷത്താണ് തുർക്കി നിലകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കശ്മീർ വിഷയത്തിൽ. കശ്മീർ വിഘടനവാദത്തിന് പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിവന്ന തുർക്കി ഐക്യരാഷ്ട്രസഭയിലും ഇതേ നിലപാടാണ് അനുവർത്തിക്കുന്നത്. ആപത്തിൽ ആരെയും സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്. കാരണം തുർക്കി ഭൂകമ്പത്തിൽ നിരവധി സഹായമാണ് ഇന്ത്യ ചെയ്തത്. എന്നിട്ടും പാകിസ്ഥാനെ ചേർത്ത് പിടിച്ച ഇന്ത്യക്കെതിരെ പറഞ്ഞ രാജ്യമാണ് തുർക്കി. തുർക്കിയെ സഹായിക്കാൻ അവർക്കൊപ്പം നിൽക്കുന്ന ലോകശക്തികളുണ്ട്. പാവപ്പെട്ട ഒരു രാജ്യത്തെ സഹായിച്ചാൽ തീർച്ചയായും നമുക്ക് കേരളത്തെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇന്ത്യ പോലെ ഒരു വികസ്വര രാജ്യം ലാത്തൂരിൽ നടന്ന ഭൂകമ്പത്തിലും കേരളത്തിൽ നടന്ന രൂക്ഷമായ വെള്ളപ്പൊക്കത്തിലും ഒന്നും വിദേശ രാജ്യങ്ങളുടെ സഹായം സ്വീകരിച്ചിരുന്നില്ല എന്ന വസ്തുത നാം ഓർക്കണം. കേരളം വെള്ളപ്പൊക്കക്കെടുതികളിൽ വന്നപ്പോൾ സഹായിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് വരുന്നു. അതുപോലെ നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന കാര്യത്തിലും ഗൾഫ് എന്ന മുൻപന്തിയിലാണ്. ഇതിലൊന്നും നമ്മൾ ഇന്ന് വരെ തുർക്കിയെ എവിടെയും കണ്ടില്ല. ഇന്ത്യയെ ശത്രു രാജ്യത്തെ പോലെയാണ് തുർക്കി കണക്കാക്കി പോകുന്നത്. അവിടെ തൊഴിൽ ലഭിക്കുന്നതും യൂറോപ്യൻ രാജ്യക്കാർക്കാണ്. ഭൂകമ്പക്കെടുതിയുണ്ടായപ്പോൾ ഇന്ത്യയാണ് ആദ്യം തുർക്കിയിൽ രക്ഷാപ്രവർത്തനമായി മെഡിക്കൽ സംഘത്തോടൊപ്പം എത്തിയത്. തുർക്കിയെ സഹായിക്കാൻ സമ്പന്നരായ നാറ്റോ സഖ്യവും യൂറോപ്യൻ രാജ്യങ്ങളും സദാസമയമുള്ളപ്പോൾ കേരളം 10 കോടി നൽകിയത് ഒരു അത്ഭുതകരമായ ചോദ്യമായി അവശേഷിക്കുന്നു. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഇത് ചെയ്തിട്ടില്ല. സാധാരണയായി രാജ്യങ്ങളാണ് ഇതുപോലെ മറ്റൊരു രാജ്യത്തെ സാമ്പത്തികമായി സഹായിക്കുന്നത്. കശ്മീർ വിഘടനവാദികളെ എന്നും സഹായിച്ചു പോരുന്ന തുർക്കിക്ക് കേരളം നൽകിയ ഈ 10 കോടി രൂപ നാളെ കശ്മീർ തീവ്രവാദികളുടെ കയ്യിൽ എത്തിച്ചേരില്ലെന്ന് ആര് കണ്ടു? മാത്രമല്ല പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെയും കേരളത്തിനെതിരെയും തിരിച്ചുവിടാനും തുർക്കിക്ക് കഴിയും. 10 കോടി എന്നത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം. നമ്മുടെ നാട്ടിൽ KSRTCയിലെ ഉദ്യോഗസ്ഥർക്ക് ഈ പറഞ്ഞ ശമ്പളം കൊടുക്കാനില്ല, ഇവിടെ റോഡ് നന്നാക്കാൻ പൈസയില്ല, അത് നന്നാക്കാൻ പൈസയില്ല, ഇതിന് പൈസയില്ല, അങ്ങനെ ദാരിദ്ര്യം പറയുന്ന ഇതേ കേരള ഗവൺമെന്റ് ആണെങ്കിൽ അവർക്ക് 10 കോടി രൂപ കൊടുത്തേക്കുന്നത്. ഈ പൈസ എവിടുന്ന് നിങ്ങൾ എടുത്ത് കൊടുത്തേക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളിത് കൊടുത്തത്? എന്തുകൊണ്ടത് ഇവിടെ വിനിയോഗിച്ചില്ല? ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനങ്ങളും കൊടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ പാകിസ്ഥാനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആ രാജ്യത്തിന് എന്തിനു കൊടുത്തു?
ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് പറയേണ്ടുന്നത് തന്നെയാണ്. കാരണം ഇപ്പോൾ കുറേ ആൾക്കാർ ഗതാഗത നീ ആരുടെ ഇത്രയും വലിയൊരു കാര്യം ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാനൊക്കെ ഉണ്ടെന്നൊക്കെ. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഞാനിവിടെ കൊടുക്കുന്ന ടാക്സ് വെച്ചിട്ടാണ് ഞാനിവിടെ അടച്ച ടാക്സിൽ നിന്നുള്ള പൈസ വെച്ചിട്ടാണ് ഇവർ ഈ പറയുന്ന സംഭാവന കാര്യങ്ങൾ അവർക്കാണെങ്കിൽ ഇതിൽ ഡൊണേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ചോദ്യം ചോദിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും എനിക്കുണ്ട്. ഓക്കെ, അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പം ഇവിടെ ഒരു അഖിൽമാരാർ അല്ല ഉള്ളത്, ഒരുപാട് അഖിൽമാരാർമാരുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും ഒക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ ആൾക്കാരെല്ലാവരും കൂടെ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്? നമ്മുടെ നാട് മുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇറങ്ങിയേക്കാണോ? അതേപോലെ തന്നെ ആണെങ്കിൽ അഖിൽമാരാറിനെ ഇത്ര വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ആണെങ്കിൽ പുള്ളി പറഞ്ഞേക്കുന്ന ഒന്നിനയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അനുകൂലിക്കുന്നതിന് കഴിഞ്ഞ മുമ്പത്തെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇവിടെ നമുക്ക് സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്തായാലും ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യമാണ്, അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിൻ്റെ ആ ഒരു ഇടയ്ക്കല്ല നമ്മൾ ചോദിക്കുന്നത്. കാര്യം നമ്മൾ അങ്ങോട്ട് ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ആ സമയത്തല്ലത് ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച വന്നു എന്നുള്ള കാര്യങ്ങളായിട്ടൊക്കെ ചർച്ചകളുണ്ടാവും. കാരണം ഇനി നാളുകളിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ഓരോ ഇന്ത്യ പൗരന്മാരെ നമ്മുടെയും കൂടെ വോട്ട് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഭരണത്തിൽ വരുന്നത്. സോ നമുക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ. സോ അത്തരം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം, അതിനെയും ചോദിക്കുക തന്നെ ചെയ്യണം. അവിടെയാണ് ജനാധിപത്യം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അത് വിമർശിക്കപ്പെടേണ്ടതിനെ വിമർശിക്കുക തന്നെ വേണം. ഇനിയും ഞാനാണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് നിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. ഞാൻ ചില വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേനെ കുറേ ആൾക്കാരാണ് എന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കും, ചില ആൾക്കാർ സംഘിയാക്കും, ചില ആൾക്കാർ കോൺഗ്രസ്സുകാരനാക്കും, അങ്ങനെ കുറേ ആൾക്കാരാക്കും. പക്ഷേ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുന്നവരുടെ എല്ലാവരും ഞാൻ പറയുന്നത് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും താല്പര്യമില്ല, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്തുള്ളൊരു വ്യക്തിയല്ല, എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പലരോടും പറയുമ്പോഴത്തേക്കിനും അങ്ങനെയല്ല, രാഷ്ട്രീയം വേണം എന്ന് പലരും പറയും. ഓഫ് കോഴ്സ് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയം തന്നെയാണ്. കാര്യം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തു കൂട്ടിക്കുന്ന കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം. ഓക്കെ, ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ കോൺഗ്രസ് നല്ലതാണോ? കാര്യം ശശി തരൂരിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സത്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയാൻ പറ്റാതെ നമുക്ക് കോട്ട സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗുണം ഉണ്ടാകുന്ന രീതിയിൽ വേണം സംസാരിക്കാനെന്ന് കോൺഗ്രസ് പറയുന്നു, അല്ലേ? ഇവിടുത്തെ BJP-ക്കാർ ഇവിടെ അഖിൽമാരാർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴത്തേക്കും ഇത് രാജ്യവിരുദ്ധതാപരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു കാര്യം അഖിൽമാരാറിനെതിരെ പറയുന്ന ഇതേ ആൾക്കാർ തന്നെ ശുദ്ധ തന്തയില്ലായ്മ കാണിച്ചേക്കുന്ന ഒരു BJP-യുടെ ഒരു സംസ്ഥാനത്തിലെ മന്ത്രി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾക്കെതിരെ ഇവർക്ക് വിരൽ ചൂണ്ടാനില്ല, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനില്ല, അല്ലേ? കാര്യം അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ഈ പറയുന്ന പോലെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ടർക്കിക്ക് 10 കോടി രൂപ ഇവിടെ നമ്മുടെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടേണ്ടുന്ന പൈസ അവർക്ക് കൊണ്ട് കൊടുത്തേക്ക്, ഇവിടെ ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനങ്ങളും കൊടുക്കാതെ അവർ കൊണ്ട് കൊടുത്തേക്കാണ്. അതെന്തിനാണ്? അതും അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അതിനകത്തുള്ള സത്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ഓക്കെ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ സ്വയമേ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ രാഷ്ട്രീയമില്ലാന്ന് നിങ്ങളുടെ അടുത്തൊന്നും താല്പര്യമില്ല എന്ന് പറയുന്ന ഇതേ ഞാൻ തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിനെയാണെങ്കിൽ സൂപ്പർ ഹീറോ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കണ്ടിട്ടല്ല, അദ്ദേഹം ചെയ്ത പ്രവൃത്തി കണ്ടിട്ടാണ്, അല്ലേ? ഇനി വരുന്ന തലമുറയാണെങ്കിൽ കൂടിയാണെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിറം കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ പേര് കണ്ടിട്ടോ അല്ല ജയ് വിളിക്കേണ്ടത്. ഈ പാർട്ടിയിലെ ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് വേണം. ഇപ്പോഴും കുറേ ആൾക്കാർ നമ്മൾ എത്ര പറഞ്ഞാൽ ഈ പറയുന്ന രാഷ്ട്രങ്ങളൊന്നും മാറാൻ പോകുന്നില്ല, ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാകും, ഒരു മാറ്റങ്ങൾ സംഭവിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ പറയാമല്ലോ, ആ ആഗ്രഹം മാത്രമാണ് പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കും ഞാൻ നിങ്ങളെ അനുകൂലിക്കുന്നതും വിമർശിക്കുന്നതും ഒക്കെ, അല്ലെ? നിങ്ങളുടെ അടുത്ത് ഒരു താല്പര്യം തോന്നണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചിരിക്കും. സോ ഈ 3 പാർട്ടികളും നമ്മുടെ നാട് മുടിപ്പിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് നല്ലത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇവിടെ മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ വലിയ തെറ്റും ചെറിയ തെറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരും ശരിയല്ല, ശരിയെന്ന് പറയാനെ കൊണ്ട് ഇവിടെ ആരുമില്ല, അല്ലേ? എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അഖിൽമാരാർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും പുള്ളി ഇപ്പം കോടതിയിൽ നിന്നാണെങ്കിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്, അതിൻ്റെ ജാമ്യത്തിൻ്റെ കാര്യമായിട്ടൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും കൊള്ളാടെ. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.